നമസ്കാരം. എഡ്ജ്ബാസ്റ്റണിൽ ചരിത്രം തിരുത്തി ഇന്ത്യയുടെ യുവനിര. 58 വർഷക്കാലം ഇന്ത്യക്ക് വിജയമന്യമായിരുന്ന ഗ്രൗണ്ടിൽ ഉജ്ജ്വല വിജയം നേടി ടീം ഇന്ത്യ. പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 336 റൺസിനാണ് ഇന്ത്യ കീഴടക്കിയത്. ഇന്ത്യ ഉയർത്തിയ 608 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 271 റൺസിന് ഓൾ ഔട്ടായി. ജയത്തോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ ഒപ്പമെത്തി. ഒന്നാം ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് കളിയിലെ താരമായത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. ഇതോടെ ഈ വിജയം ഗില്ലിന് ഇരട്ടി മധുരമായി മാറി. 1967 മുതൽ ഇന്ത്യ എഡ്ജ്ബാസ്റ്റണിൽ ടെസ്റ്റ് കളിക്കുന്നുണ്ട്. ആ 58 വർഷത്തിനിടെ 8 ടെസ്റ്റുകൾ കളിച്ചിട്ടും ഇവിടെ ഇന്ത്യക്ക് ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ആ ചരിത്രമാണ് ഇത്തവണ ഗില്ലും സംഘവും തിരുത്തിയത്. കോഹ്ലിയും രോഹിത്തും വിരമിച്ച ശേഷം യുവതാരങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യ ടെസ്റ്റ് വേദിയിൽ ഇറങ്ങിയത്. ഇന്ത്യ ടെസ്റ്റ് ജയിക്കുന്ന 60ാമത്തെ വേദിയാണ് എഡ്ജ്ബാസ്റ്റൺ. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ആകാശ്ദീപ് ഇന്ത്യക്കായി തകർപ്പൻ പ്രകടനം പുറത്തെടുത്തു. 6 വിക്കറ്റ് വീഴ്ത്തിയ ആകാശാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ തകർത്തത്. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റും ആകാശ്ദീപ് വീഴ്ത്തിയിരുന്നു. ഇതോടെ 1976 ശേഷം ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ 5 പ്രധാന ബാറ്റർമാരിൽ 4 പേരെയും പുറത്താക്കുന്ന ആദ്യ ബൗളർ എന്ന നേട്ടവും ആകാശിന് സ്വന്തമായി. ജെൻ ഡക്കറ്റ്, ഒലി പോപ്പ്, ജോ റൂട്ട്, ഹാരി ബ്രൂക്ക് എന്നിവരായിരുന്നു അവർ. 1976 വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം മൈക്കൽ ഹോൾഡിംഗ് ആണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. 49 വർഷത്തിനിടെ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ബൗളറായി ആകാശ്ദീപ് മാറി. 99 പന്തിൽ നിന്ന് 4 സിക്സും 9 ഫോറും അടക്കം 88 റൺസ് എടുത്ത ജാമി സ്മിത്താണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. ഒന്നാം ഇന്നിംഗ്സിൽ താരം 184 റൺസോടെ പുറത്താകാതെ നിന്നിരുന്നു. 5ാം ദിനം രാവിലെ പെയ്ത മഴയ്ക്കും എഡ്ജ്ബാസ്റ്റണിലെ ആകാശത്ത് നിറഞ്ഞ കാർമേഘങ്ങൾക്കും ഇന്ത്യയുടെ വിജയം തടയാനായില്ല. മഴ മൂലം 1.5 മണിക്കൂർ വൈകിയാണ് മത്സരം ആരംഭിച്ചത്. 3-ന് 72 റൺസ് എന്ന നിലയിൽ 5ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് 8 റൺസ് കൂട്ടിച്ചേർത്തപ്പോഴേക്കും ഒലിപോപ്പിന്റെ വിക്കറ്റ് നഷ്ടമായി. 50 പന്തിൽ നിന്നും 24 റൺസ് എടുത്ത താരത്തെ ആകാശ്ദീപാണ് പുറത്താക്കിയത്. പിന്നാലെ സ്കോർ 83 എത്തിയപ്പോൾ ഹാരി ബ്രൂക്കിനെ ആകാശ്ദീപ് വിക്കറ്റ് മുന്നിൽ കുടുക്കി. 31 പന്തിൽ നിന്ന് 23 റൺസായിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ബ്രൂക്കിന്റെ സമ്പാദ്യം. പിന്നാലെ 6ാം വിക്കറ്റിൽ ക്രീസിൽ ഒന്നിച്ച ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ജാമി സ്മിത്ത് സഖ്യം 70 റൺസ് കൂട്ടിച്ചേർത്ത് ഇന്ത്യക്ക് മുന്നിൽ പ്രതിരോധം തീർത്തിരുന്നു. എന്നാൽ ഉച്ചഭക്ഷണ ഇടവേളയ്ക്ക് തൊട്ടു മുമ്പ് സ്റ്റോക്സിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി വാഷിംഗ്ടൺ സുന്ദർ ഈ കൂട്ടുകെട്ട് പൊളിച്ചു. 73 പന്തിൽ നിന്ന് 33 റൺസായിരുന്നു ഇംഗ്ലീഷ് ക്യാപ്റ്റന്റെ സമ്പാദ്യം. പിന്നാലെ ക്രിസ് വോക്സിനെ പുറത്താക്കി പ്രസിദ്ധ് കൃഷ്ണ ഇംഗ്ലണ്ടിന്റെ 7ാം വിക്കറ്റ് വീഴ്ത്തി. ബെൻ ഡക്കറ്റ്, സാക് ക്രോളി, ജോ റൂട്ട് എന്നിവരുടെ വിക്കറ്റുകൾ 4ാം ദിനം തന്നെ ഇംഗ്ലണ്ടിന് നഷ്ടമായിരുന്നു.